വളരെ മെച്ചപ്പെട്ട ഒരു ഭരണഘടനയാണ് നമുക്കുള്ളതെങ്കിലും വളരെ മോശപ്പെട്ട കൂട്ടരാണ് ഭരിക്കാൻ ക്ഷണിക്കപ്പെടുന്നതെങ്കിൽ ആ ഭരണഘടനയും വികൃതമാക്കപ്പെടും. ഡോക്ടർ BR അംബേദ്കറുടെ വാക്കുകളാണിത്. ഇതിപ്പോഴെന്തിനാ ഞാൻ പറയുന്നതെന്ന് ചിന്തിക്കുന്നവരാവും നിങ്ങളിൽ ഭൂരിഭാഗവും. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ഭരണഘടനയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകൾക്ക് ഇന്നുള്ള പ്രാധാന്യം ഏറെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കർണാടകയിലും മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിലും നടന്ന വോട്ട് ക്രമക്കേടിനെ കുറിച്ചാണ്. 2025 ഓഗസ്റ്റിൽ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടത്തിയാണ് BJP അധികാരത്തിൽ വന്നതെന്ന് കർണാടകയിലെ മഹാദേവപുര മണ്ഡലത്തിലെ ഇലക്ട്രൽ പട്ടികയിൽ നിന്ന് തെളിവുകൾ ഉൾപ്പെടെ നിരത്തിയാണ് കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്നത്. എന്നാൽ പിന്നീട് നാം കണ്ടത് രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ BJPക്ക് വേണ്ടി പ്രതിരോധം തീർക്കാനിറങ്ങുന്ന കാഴ്ചയാണ്. ഒരു രാജ്യം ഒരു വോട്ട് എന്നതാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഒരൊറ്റ ജനത, ഒരൊറ്റ രാഷ്ട്രം, ഒരൊറ്റ നേതാവ് എന്നതായിരുന്നു ഹിറ്റ്ലറുടെയും മുദ്രാവാക്യം. ജർമ്മനിയിൽ അധികാരത്തിലെത്തിയതിനു ശേഷം ഹിറ്റ്ലർ മറ്റ് പാർട്ടികളെ നിരോധിച്ചു, തിരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കി, അങ്ങനെ തന്നെ എതിർക്കുന്ന ശബ്ദങ്ങളെ ഇല്ലാതെയാക്കി. എന്നാൽ നവനാസിസം കുറച്ചുകൂടി തന്ത്രപരമായ കാര്യങ്ങൾ നീക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. 130ാമത് ഭേദഗതി ബില്ലിലൂടെ BJP ശ്രമിക്കുന്നതും ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കുക എന്നത് തന്നെയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വോട്ട് തട്ടിപ്പിലൂടെ ഒരു കക്ഷി രാജ്യം ഭരിക്കുന്ന അവസ്ഥ ദയനീയമെന്നല്ലാതെ എന്തു പറയാൻ. ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഈ വോട്ടുകൊള്ള ബീഹാർ തിരഞ്ഞെടുപ്പിൽ NDAക്ക് തിരിച്ചടിയായാലും അതിശയിക്കാനില്ല. കാരണം ജനങ്ങളുടെ വിശ്വാസത്തെയാണ് ഇവിടെ BJP വോട്ടുകൊള്ളയിലൂടെ നശിപ്പിച്ചത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വരെ തങ്ങളുടെ പാവകളായി പ്രവർത്തിപ്പിക്കുന്ന ഒരു പാർട്ടിയെ ഇനിയും പിന്തുണയ്ക്കാൻ ജനങ്ങൾ തയ്യാറാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന BJPക്കും സഖ്യകക്ഷികൾക്കും ബീഹാർ തിരഞ്ഞെടുപ്പ് ഒരു പാഠമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് നിരീക്ഷകർ പറയുന്നത്. രാജ്യത്തെ ജനാധിപത്യ വിരുദ്ധ നവനാസിസ് പാർട്ടിയിൽ നിന്നും രക്ഷിക്കേണ്ടത് രാജ്യത്തെ തന്നെ ജനങ്ങളാണ്. അതിനുള്ള തുടക്കമാകും ഒരുപക്ഷെ ബീഹാർ തിരഞ്ഞെടുപ്പ്. രാജ്യത്തെ രക്ഷിക്കാനുള്ള പ്രയത്നങ്ങളെ ജനങ്ങൾ പിന്തുണയ്ക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും. ഭരണഘടനാ മൂല്യങ്ങളെ കാറ്റിൽ പറത്തി പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയിലെ വൈവിധ്യ സ്വഭാവത്തെ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ള BJPയുടെ വോട്ടുകൊള്ള പോലുള്ള നടപടികൾക്കെതിരെ ബീഹാറിലെ തിരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകണം. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള വോട്ട് ചോരി ക്യാമ്പയിൻ ഇന്ത്യ സഖ്യവും കോൺഗ്രസും ദേശീയ തലത്തിൽ ശക്തമാക്കിയതും. തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുവാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളും രാഹുൽ ഗാന്ധിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. ഒരേ സമയം NDA സർക്കാരിന്റെ വോട്ടുകൊള്ള പോലുള്ള കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കാനും അതുവഴി മഹത്തായ ഭരണഘടനയെ സംരക്ഷിക്കാനുമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ശ്രമിക്കുന്നത്. കാരണം ഈ സംഭവത്തിലൂടെ രാജ്യത്തെ ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പിലും ജനാധിപത്യത്തിലും ഭരണഘടനയിലുള്ള വിശ്വാസത്തിൽ ഏറെക്കുറെ മങ്ങലേറ്റിട്ടുണ്ട്. അത് മാറ്റണമെങ്കിൽ ആദ്യം തിരഞ്ഞെടുപ്പിൽ നടന്ന വോട്ടുകൊള്ളയിൽ കൃത്യവും നിഷ്പക്ഷവുമായ അന്വേഷണം വേണം. അതിനുവേണ്ടിയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ശ്രമിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തവും അത്യാവശ്യമാണ്. അതിനുള്ള ആദ്യ അവസരമാണ് ബീഹാർ തിരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള സർക്കാർ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ ജനങ്ങളിൽ ഭൂരിഭാഗം പേരുടെ ഉത്തരം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നായിരിക്കും. എന്നാൽ ഇന്നതിലൽപ്പം വ്യത്യാസമുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യ ഭരിക്കുന്ന BJP അഥവാ NDA സർക്കാരിന്റെ പ്രവൃത്തികൾ തന്നെയാണ് ഭരണഘടനയുടെയും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വിശ്വസ്തതയെ ജനങ്ങൾ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. ജനങ്ങൾ വിശ്വസിച്ചിരുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ച് BJP ഗൂഢാലോചന നടത്തിയെന്ന ഗുരുതരമായ വിഷയത്തെ അതീവ ഗൗരവത്തോടെയാണ് രാജ്യത്തെ ജനങ്ങൾ നോക്കുന്നത്. അതേസമയം നിലപാടിൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട ഭരണഘടനാ സ്ഥാപനമായ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണപക്ഷത്തിന്റെ പാവയായി മാറിയതോർക്കുമ്പോൾ വല്ലാത്ത ഭയമാണെന്ന്. അതുകൊണ്ടാവാം ബീഹാറിലെ ജനങ്ങളും ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന കാര്യത്തിൽ ഉറച്ച തീരുമാനത്തിലെത്താത്തത്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്ന വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട ഹൈഡ്രജൻ ബോംബ് പുറത്തു വന്നാൽ ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വരില്ല. തിരഞ്ഞെടുപ്പിൽ വോട്ടുകൊള്ള തടയാൻ പൊതുജനങ്ങളെ പ്രചാരണത്തിൽ പങ്കെടുപ്പിക്കാനായി രാഹുൽ ഗാന്ധി വോട്ട് ചോരിയിൻ എന്ന വെബ്സൈറ്റ് ആരംഭിച്ചത്
ഒരു പരിധിവരെ ബീഹാർ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിച്ചേക്കാം. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാക്കാനും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തടയാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഇത്. വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുകയോ മിസ്ഡ് കോളിലൂടെ ചേരുകയോ ചെയ്യാമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ വോട്ടർ പട്ടിക പുറത്തുവിടുന്നത് തിരഞ്ഞെടുപ്പ് രംഗത്ത് സുതാര്യത ഉറപ്പാക്കാൻ അനിവാര്യമാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇലക്ഷന്റെ അവസാന നിമിഷങ്ങളിൽ വോട്ടർമാരുടെ എണ്ണം വർദ്ധിക്കുന്നത് അവിശ്വസനീയമാണ്. ഈ സംശയം ഒഴിവാക്കാൻ പോളിംഗ് ബൂത്തുകളിൽ വീഡിയോ റെക്കോർഡിംഗ് സംവിധാനം ഉൾപ്പെടെ ആവശ്യമാണ്. പൗരന്മാരുടെ വോട്ടവകാശം ഹനിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും നരേന്ദ്രമോദി സർക്കാരിന്റെയും നീക്കത്തെ ഇനിയും തടയാനായില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് ഇതേ ജനാധിപത്യ രാജ്യത്തെ ജനങ്ങളാണ്. തിരഞ്ഞെടുപ്പിലുള്ള ജനങ്ങളുടെ വിശ്വാസം തിരികെ കൊണ്ടുവരാനും യഥാർത്ഥ ജനാധിപത്യം എന്താണെന്ന് NDA ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും രാഹുൽ ഗാന്ധിക്ക് സാധിക്കുമെന്നാണ് ജനങ്ങളുടെ വിശ്വാസം. കേവലം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലുപരി ഇന്ന് രാഹുൽ ഗാന്ധി ഒരു പ്രതീകമാണ്. ഈ രാജ്യത്തെ നവനാസിസത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പരിശ്രമിക്കുന്ന സാധാരണക്കാരന്റെ പ്രതീകം. എന്തായാലും ജനാധിപത്യ രാഷ്ട്രമെന്ന നിലയിലുള്ള ഇന്ത്യയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന സംഘപരിവാർ ശ്രമങ്ങളെ പുറത്തു കൊണ്ടുവന്ന രാഹുൽ ഗാന്ധിയുടെ അർപ്പണബോധത്തെ പ്രശംസിക്കാതെ വയ്യ. ഇനിയെങ്കിലും നീതിപൂർവവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പിലൂടെ രാഹുൽ ഗാന്ധിയെ പോലെ യോഗ്യതയുള്ളവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകട്ടെ. അതിന് ബീഹാറിലെ വോട്ടർമാരിലൂടെ ഒരു തുടക്കമാകട്ടെ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുതേ.